ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശാബത്ത് സ്കൂളിൻ്റെ ഈ 6ാമത്തെ പാഠപഠനത്തിലേക്ക്, അകത്തുള്ളത് പുറത്ത് എന്ന തലക്കെട്ടോടുകൂടിയ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഇരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യവും കൃപയും നമ്മളോട് കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം: പുറത്തു നിന്നും മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മർക്കോസ് 7-ാം അധ്യായം 15-ാമത്തെ വാക്യം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് അടിയങ്ങളെ ഈ നിമിഷം വരെയും കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. അനേകം മനുഷ്യർ പ്രകൃതി ദുരന്തങ്ങളായാലും മറ്റ് പ്രയാസങ്ങളിലായാലും കഷ്ടപ്പെടുമ്പോഴും അവിടുന്ന് ഞങ്ങളെ ഇത്രയും സമാധാനത്തോടെ കേൾക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഇന്ന് അടിയങ്ങൾ അങ്ങയുടെ വചനം പഠിക്കുവാനായിട്ടിരിക്കുന്നു. നാഥ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ശരിയായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ പുനഃനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. അകത്തുള്ളത് പുറത്ത് എന്ന തലക്കെട്ടോടുകൂടിയ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായവും 8-ാം അധ്യായത്തിൻ്റെ ആദ്യ പകുതിയുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത്, അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യേശു ചില മതപരമായ ആചാരങ്ങളെ എതിർക്കുന്ന രീതിയിലുള്ള സംസാരവും അത് ചില വിവാദങ്ങൾക്കിടയാക്കുന്നതും, പിന്നെ നമ്മൾ കാണുന്നത് പലപ്പോഴും അതിൻ്റെ അർത്ഥമില്ലായ്മയൊക്കെ യേശുക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കാണുന്നു. അതേപോലെ മറ്റൊരു സ്ത്രീയെ നമ്മൾ കാണുന്നു. യേശുവുമായിട്ട് വിവാദത്തിൽ ഏർപ്പെടാൻ ധൈര്യപ്പെട്ടു വന്ന ഒരേ ഒരു സ്ത്രീ, സുവിശേഷത്തിൽ കാണുന്ന ഒരേ ഒരു സ്ത്രീയെ നമ്മൾ പഠിക്കാൻ പോവാണ് അതിനെക്കുറിച്ച്. അതേപോലെ തന്നെ മറ്റൊരു ഉപമയും കൂടെ യേശു ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുവാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കതിന് മനസ്സില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എന്ത് അത്ഭുതം കണ്ടാലും അവർക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ മനസ്സ് അങ്ങനെ കഠിനപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ പാഠത്തിൻ്റെ 6ാമത്തെ പാഠത്തിൽ നമ്മൾ ഈ മതപരമായ ജീവിതത്തിൻ്റെ അർത്ഥത്തെയും ആചാരത്തെയും പറ്റിയുള്ള ചില പാഠങ്ങളാണ് ഇന്നത്തെ പാഠത്തിൽ, ചില പഠനങ്ങളാണ് ഇന്നത്തെ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ദിവസത്തെ പാഠത്തിലേക്ക് കടന്നു പോകാം. ആദ്യമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഞായറാഴ്ചയിൽ പഠിക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ പാരമ്പര്യങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ. പാരമ്പര്യവും ദൈവകൽപ്പനകളും, അതിൻ്റെ ആ വ്യത്യാസമാണ് നമ്മൾ പഠിക്കുന്നത്. 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. അത് എപ്പോഴും പരീശന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരെ വിമർശിക്കുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത, എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൾ കൊണ്ട് ആഹാരം കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. അവരവരുടെ പാത്രങ്ങളും എല്ലാം ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശീലിച്ചു വന്ന അവരാണ് ഈ ശിഷ്യന്മാർ എപ്പോഴോ ആഹാരം കഴിക്കാൻ കഴുകാതെ കഴിച്ചു. അപ്പോൾ അത് പൂർവന്മാരുടെ സമ്പ്രദായം ഇവർ പാലിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പരീശന്മാരന്ന് ഉന്നയിച്ചത്. പൂർവന്മാരുടെ സമ്പ്രദായം അവർ പാലിക്കുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ യേശു ഡയറക്റ്റായിട്ട് ഒരു ഉത്തരവൊന്നും പറഞ്ഞില്ല അവരോട്. അതിന് പകരം ഒരു പ്രവചനത്തെ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ ഉദ്ധരണി അവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. അത് ഒരു 2 മുനയുള്ള തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു യേശു കൊടുത്തത്. മറുപടി എന്ന് പറഞ്ഞ വാക്യം അത് യെശയ്യാ പ്രവചനത്തിലുണ്ട്. 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അതുണ്ട്.
എന്താണത്? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. കാരണം എന്താ? മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. മാനുഷ്യകൽപ്പനകൾ, ഇത് യേശുക്രിസ്തു വന്ന തുടക്കം തുടങ്ങി യേശുവിൻ്റെ ശുശ്രൂഷയിലും മൊത്തത്തിൽ എപ്പോഴും ഇതിനെ എതിർക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ യേശുവിൽ കാണുന്നത്. മാനുഷ്യ കൽപ്പനകളെ എതിർക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ കഴിഞ്ഞ ഏതോ പാഠത്തിലത് പഠിച്ചിരുന്നു. പ്രത്യേകിച്ച് മലാഖി കഴിഞ്ഞ് വിശുദ്ധ സ്നാപക യോഹന്നാൻ വരെയുള്ള കാലഘട്ടം, ഏകദേശം 400 വർഷത്തോളം അവർക്ക് പ്രവാചകന്മാരോ മറ്റ് അരുളപ്പാടുകളോ ദർശനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് അവർ കുറേ കൽപ്പനകൾ എഴുതി ഉണ്ടാക്കി, മാനുഷികമായ കൽപ്പനകൾ, ശാസ്ത്രിമാരും പരീശന്മാരും ചേർന്ന്. അതിനെക്കുറിച്ച് നമ്മൾ ശാബത്ത് സ്കൂളിൽ പഠിച്ചായിരുന്നു. 39 പോയിൻറ്റ്സ്, ഇന്നതൊക്കെ ചെയ്യണം, ശബത്തിൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നെല്ലാം എഴുതി പഠിപ്പിച്ചിരുന്നു അവർ. അത് ശരിക്കും വരാനുള്ള, അങ്ങനെ അവർ ചിന്തിക്കാൻ കാരണം, നമ്മൾ യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 15 തുടങ്ങിയാണ് തോന്നുന്നു വാക്യങ്ങൾ വായിക്കുമ്പോൾ യെരമ്യാവ് ഇസ്രായേൽ ജനത്തോട് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കിയതുകൊണ്ടാണ് ഇതേപോലെയുള്ള, നമുക്കറിയാം യെരമ്യാ പ്രവചനം പ്രവചിക്കുന്നത് അവർ യഹൂദന്മാരെ നെബൂഖദ്നേസർ വന്ന് കീഴടക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ്. അപ്പോൾ യെരമ്യാ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്, അവർ നിങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകും, നിങ്ങൾ അവനെ അവിടെ സേവിക്കുക 70 വർഷം, അത് കഴിഞ്ഞിട്ട് ദൈവം നിങ്ങളെ തിരിച്ച് 70 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും, അതുകൊണ്ട് നിങ്ങൾ എതിർത്ത് നിൽക്കരുത്, ഇത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ് എന്ന് പ്രവചിച്ചിരുന്നു. അപ്പോഴൊക്കെ യെരമ്യാ അടിക്കുകയും ജയിലിലടക്കുക, കാരാഗൃഹത്തിലടക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ യെരമ്യാ പറയുന്നുണ്ട് അതിലൊരു പ്രവചനം 17-ാം അധ്യായത്തിൽ, നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കിയതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആപത്തുകൾ നിങ്ങൾക്ക് വരുന്നത്. അതിനെ നിങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് ആചരിച്ചാൽ ഒരിക്കലും ഈ രാജ്യത്വം നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല, മറ്റു രാജ്യങ്ങൾ വന്ന് നമ്മളെ ആക്രമിച്ച് കീഴടക്കത്തില്ല എന്നെല്ലാം യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അതേപോലെ അവർ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞ് 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഗ്രൂപ്പിലുള്ള എസ്രാ നെഹ്മായയുടെയൊക്കെ ഗ്രൂപ്പിൽ നെഹ്മായ പറയുന്നുണ്ട് 13-ാം അധ്യായത്തിൽ, നെഹ്മായ അവിടെ നടത്തിയ റിഫോർമേഷൻസിൽ, നവീകരണങ്ങളിൽ ശബത്തിൽ വിൽക്കാൻ വരുന്നവരെയൊക്കെ നെഹ്മായ ഓടിച്ചു വിടുകയും ഗേറ്റ് അടച്ചിടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ മലാഖിക്ക് ശേഷമുള്ള പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇങ്ങനെ കുറേ കൽപ്പനകൾ എഴുതി ഉണ്ടാക്കിയത്. എങ്ങനെയാണ് നമുക്ക് ശബത്തിനെ ഏറ്റവും വിശുദ്ധമായിട്ട് ആചരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇന്നതൊക്കെ ചെയ്യണം. ഇതിനെയാണ് യേശുക്രിസ്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ലംഘിച്ചത്. കാരണം യേശു ഒരിക്കലും ശബത്ത് ലംഘിച്ചിട്ടില്ല. ശബത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ വിലക്കിയിരിക്കുന്നതിനെയൊക്കെ മാറ്റിയിട്ട് ശബത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും സൗഖ്യം നൽകുന്നതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഒരു ദിവസമായിരിക്കണം ശബത്ത് എന്നാണ് യേശു പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞ് ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതമത്രേ എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഇതായിരുന്നു യേശുവിൻ്റെ ജീവിത രീതി. മാനുഷിക കൽപ്പനകളെ എപ്പോഴും എതിർക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. കാരണം മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങൾ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്യുന്നു. അവർക്ക് മാനുഷ്യ കൽപ്പനകളോടാണ് അവർക്ക് താല്പര്യം, ദൈവകൽപ്പനകളോടല്ല. അപ്പോൾ ഇത് ശരിക്കും ബൈബിളിൽ സമാഗമന കൂടാരത്തിൽ പുരോഹിതന്മാർ തിരുനിവാസത്തിലേക്ക് തൻ്റെ ശുശ്രൂഷയ്ക്ക് കടക്കുന്നതിന് മുമ്പ് തങ്ങളെ തന്നെ ശുദ്ധിയാക്കണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം യാഗപീഠം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് താമ്രത്തൊട്ടിയാണ്, അതിൽ വെള്ളം ഉണ്ടാകും. ആ വെള്ളത്തിൽ കാലും കൈയും എല്ലാം കഴുകി ശുദ്ധമായിട്ടായിരിക്കണം അകത്ത് പോകേണ്ടതെന്നുണ്ട്. അതാണ് പിന്നെ ഈ മാനുഷ്യ കൽപ്പനകൾ എഴുതി ഉണ്ടാക്കിയവർ പിന്നെ അതെല്ലാവരും ഇങ്ങനെ തന്നെ എപ്പോഴും ആഹാരം കഴിക്കുമ്പോഴൊക്കെ ശുദ്ധമായിരിക്കണം എന്ന് അവർ നിഷ്കർഷിച്ചിരുന്നത്. ശരിക്കും അതൊരു ഹെൽത്ത് ലോയിൽ പെടുന്നതാണ് അല്ലേ. കൈ കഴുകിയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്.
പക്ഷേ ചില സമയത്ത് അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്. അപ്പോൾ അവരെ വിമർശിക്കുകയാണ് ചെയ്തത്. നിങ്ങളിങ്ങനത്തെ, ഇത് നമ്മുടെ പാരമ്പര്യമാണല്ലോ, അതെന്താ നിങ്ങൾ പാലിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അത് അവരുടെ പാരമ്പര്യമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്, അതുകൊണ്ട് ചെയ്യണമെന്ന്. അപ്പോഴാണ് യേശുക്രിസ്തു അതിനെ എതിർത്തത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യവും കൂടി അവർ ചെയ്യുന്നുണ്ട്. ഈ മാനുഷ്യ കൽപ്പനകളിൽ ഇതും കൂടെ പെടുന്നുണ്ട്. എന്താണ്? ദൈവകൽപ്പനയായ 5ാമത്തെ കൽപ്പന, അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. ഓണർ ദൈ ഫാദർ ആൻഡ് ദൈ മദർ. അതിൽ എല്ലാം പെടും. അവർക്ക് ആ അപ്പനും അമ്മയെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുടെ വാർദ്ധക്യകാലത്തിലും അവരെ കൈവിട്ട് കളയാതെ അവരെ കൂടെ ചേർത്ത് കൊള്ളണം. ഇതൊക്കെ അതിൽ വരുന്നതാണ്. പക്ഷേ പലപ്പോഴും അവർ മാനുഷ്യ കൽപ്പനകൾ അവരെഴുതിയുണ്ടാക്കിയത് അപ്പന് അമ്മയ്ക്ക് കൊടുക്കേണ്ടതിന് അതിന് പകരം നീ പള്ളിക്ക് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളത്. അതൊരു വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ, അപ്പം എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, എന്നാൽ ആ പണം ഞാൻ പള്ളിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭാഷണം ഒരുവനൊന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പനും അമ്മയോടും പറയത്തക്ക രീതിയിൽ അവർ മനുഷ്യ കൽപ്പനകളെ അനുസരിക്കുകയാണ്, ദൈവകൽപ്പനകളെ മറന്നുകൊണ്ട്. അതിനെയാണ് യേശുക്രിസ്തു എതിർത്തത്. അങ്ങനെ പരീശന്മാരുടെ ചോദ്യത്തിന് എന്തായിരുന്നു ഉത്തരം? യേശുവിൻ്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് കൈ ശുദ്ധി വരുത്തണമെന്ന അവരുടെ നിർബന്ധം ദൈവഹിതത്തിന് അനുസൃതമായി തനിക്ക് ബോധ്യപ്പെടുന്നില്ല എന്നാണ്. അതൊരു നിർബന്ധമായ കാര്യമല്ല. ദൈവകൽപ്പനകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നിർബന്ധമായിട്ട് അനുസരിച്ചിരിക്കണം. പക്ഷേ ഇതെല്ലാം ഒരു ശുദ്ധി വരുത്തുന്നുള്ള നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ശീലിച്ചു വരുന്ന ഒരു കാര്യമല്ല. അതിനെ നമ്മൾ മുൻതൂക്കം കൊടുക്കുകയും ചെയ്യരുത്. മനുഷ്യൻ്റെ പാരമ്പര്യത്തിനെതിരെ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെ വ്യക്തമായി പിന്തുണയ്ക്കുന്നു എന്നതാണ് തൻ്റെ പ്രതികരണം. അപ്പോൾ ദൈവം അവിടെയും തൻ്റെ കൽപ്പനകളെ എടുത്തു ഉയർത്തുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവിക കൽപ്പനകൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും പാരമ്പര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതേത് പാരമ്പര്യങ്ങളാണെങ്കിലും നമ്മളതിനെ എതിർത്ത് നിൽക്കണം. അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ് അടുത്ത തിങ്കളാഴ്ചത്തെ ഭാഗം. ശുദ്ധിയുള്ള കൈകളോ അഥവാ ശുദ്ധിയുള്ള ഹൃദയമോ. അത് നമ്മൾ മർക്കോസ് 7:14-19 വരെ വായിക്കാം. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ, പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ശിഷ്യന്മാർ ഈ ഉപമയെ, അവൻ പുരുഷാരത്തെ വിട്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത്. പിന്നെ അവൻ ഈ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് ഇതിങ്ങനെ ചോദിച്ചു, എന്താണ് ഈ ഉപമയുടെ അർത്ഥം? അപ്പം അവനവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ, പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്തിൽ നിന്ന് യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ട് കഴിയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? മാംസം ഭക്ഷിക്കുന്ന സഭാംഗങ്ങൾ ശുദ്ധിയുള്ള മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നതിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. അപ്പോൾ കാരണം ലേവ്യർ 11 ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായിട്ടുള്ള ദൈവം വേർതിരിച്ചു, നിങ്ങൾ കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ദൈവം തെറ്റാണോ പറഞ്ഞത്? ഇവിടെ യേശുക്രിസ്തു പറയുന്നത് എന്ത് നമ്മൾ കഴിച്ചാലും നമ്മളെ അശുദ്ധമാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഇത് അശുദ്ധിയല്ല നമുക്ക് വരുന്നത്. നമ്മൾ ഈ ശുദ്ധമുള്ളതും അശുദ്ധമുള്ളതും കഴിക്കുമ്പോൾ നമ്മൾ അശുദ്ധരാകല്ല, നമ്മൾ രോഗികളാണ്. നമുക്കത് രോഗങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അശുദ്ധമായത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് പലവിധമാകുന്ന സയൻറ്റിഫിക്കലിയും അത് പ്രൂവ്ഡാണ്. പന്നി മാംസം എല്ലാം കഴിക്കുമ്പോൾ അത് ഒത്തിരി നമ്മൾ അതിനെ വേവിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് സയൻസിലും പഠിപ്പിക്കുന്നത്. ഒത്തിരി വേംസൊക്കെ കൂടുതലുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ദൈവം ഏതൊക്കെയാണോ ശുദ്ധിയില്ലാത്തത് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്.
പ്രത്യേകിച്ച് ഈ വേറെ പ്രോൺസ് അങ്ങനെ വർഗത്തിലുള്ളതൊക്കെ ഇച്ചിരി കൂടുതലൊക്കെ കഴിക്കുമ്പോൾ നമുക്കെല്ലാം ശരീരത്തിൽ ചിലർക്ക് ഭയങ്കര അലർജി ഉണ്ടാകും, വേറെ പല രോഗങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ശുദ്ധിയില്ലാത്തത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അശുദ്ധമാകുകയല്ല ചെയ്യുന്നത്, നമുക്ക് രോഗങ്ങൾ വരികയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു പറഞ്ഞത് ഒരു മനുഷ്യൻ ഇതൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾ അശുദ്ധരാകത്തില്ല എന്നാണ് പറയുന്നത്, പുറമേ ഉള്ളത്. പക്ഷെ നമ്മളെ അശുദ്ധരാക്കുന്ന, അശുദ്ധം എന്ന് വെച്ചാൽ അൺഹോളി പീപ്പിളാക്കുക. നമ്മളൊരു ഹോളി ജനമാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വംശമാണ്. അപ്പോൾ വിശുദ്ധ വംശമായിരിക്കുമ്പോൾ ആ വിശുദ്ധി കാണുന്നത് നമ്മുടെ ഈ പുറമേ ഉള്ള കൈ കഴുകുന്നതിലോ പറഞ്ഞ കാര്യം മാത്രം തിന്നുന്നതിലോ അതിലല്ല വിശുദ്ധി. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, അതൊക്കെയാണ് ശുദ്ധിയായിട്ടുള്ളത് ആയിരിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 22-ാമത്തെ വാക്യം 7-ാം അധ്യായം 22 പറയുന്നുണ്ട്, എന്താണ്? ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, ഇതൊക്കെ 10 കൽപ്പനയിലുള്ളതാണ്. അപ്പോൾ ഈ 10 കൽപ്പനയുടെ ലംഘനം വരുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഉള്ളിൽ നമ്മൾ അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് നടക്കണമെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള ഇത് വരുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും ഹൃദയത്തിലേക്കല്ല കിടക്കുന്നത്, അത് കുടൽ വഴി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മളെ അശുദ്ധമാക്കത്തില്ല, പക്ഷേ അത് നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ രോഗികളായി തീരുമെന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമ്മൾ അശുദ്ധരാക്കുന്നത്, അൺഹോളി പീപ്പിളാക്കുന്നത് നമ്മുടെ ഇതുപോലെയുള്ള ചിന്തകളാണ്. ദൈവത്തിനെതിരായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മറ്റുള്ളവർക്കെതിരായിട്ട്, മറ്റുള്ളവരോട് പകയും വിദ്വേഷവും എല്ലാം വെറുപ്പും എല്ലാം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൽപ്പനാ ലംഘനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതിനെ ഒഴിവാക്കണം എന്നാണ് യേശുക്രിസ്തു പഠിക്കുന്നത്. ശുദ്ധിയുള്ള കൈകളോ അഥവാ ശുദ്ധിയുള്ള ഹൃദയമോ ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിക്കാം. നിങ്ങൾക്ക് ശരിയായ വിശ്വാസ പ്രമാണം ഉണ്ടായിരിക്കുക, എന്നാലും പൂർണ്ണമായും അന്തിമമായും നിങ്ങളുടെ ഹൃദയം ആർക്കാണുള്ളത്? നിങ്ങളുടെ ഹൃദയം ആർക്കാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആരാണ് നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മളിന്ന് ചിന്തിക്കണം. അതിലൂടെയാണ് ശുദ്ധിയുള്ളവനാണോ നിങ്ങൾ അശുദ്ധിയുള്ളവനാണോ എന്ന് തെളിയുന്നത്. ഇനി നമ്മൾ കാണുന്നത് ആ ഒരു സുവിശേഷത്തിൽ ഏക സ്ത്രീ, യേശുവിനോട് വിവാദത്തിൽ ഏർപ്പെടാൻ തയ്യാറായി വന്ന സ്ത്രീയെക്കുറിച്ച്. അത് നമുക്ക് മർക്കോസ് 7-ാം അധ്യായം 24 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു സീദോന്റെയും സോരിന്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ടയർ സീദോൻ എന്ന സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു ഭൂതഗ്രസ്തനായ ആ മനുഷ്യൻ. അപ്പോൾ അവിടെ തന്നെയാണ് വീണ്ടും അങ്ങോട്ട് ചെന്നു ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുതെന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ചൊവ്വാഴ്ചത്തെ പാഠം നമ്മൾ 7-ാം അധ്യായം 24 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ മറഞ്ഞിരിക്കുവാൻ സാധിച്ചില്ല, ആരും അറിയാതെ ഇരിക്കാം. കാരണം ഒത്തിരി ക്ഷീണിച്ച അവസ്ഥയിലൊക്കെ ആയിരുന്നായിരിക്കും യേശുക്രിസ്തു. എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുകയും രോഗശാന്തി നൽകി അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നൊരു യേശുവിനെയാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കണ്ടത്. അപ്പോൾ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് മാത്രമല്ല, തൻ്റെ മിനിസ്ട്രിക്ക്, ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ടുള്ള ഒരു പരസ്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് യേശു മറഞ്ഞിരിക്കാനായിട്ട്, ആരും അറിയാതിരിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അത് സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറോഫൊയ്ക്ക ജാതിയിലുള്ള ഒരു യമന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്കു കീഴെ കുട്ടികളുടെ അപ്പം നിറുക്കളെ തിന്നുന്നല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നപ്പോൾ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. മർക്കോസ് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു സംഭവം നമ്മൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും കാണാം. 15-ന്റെ 21 തുടങ്ങി 28 വരെയുള്ള വാക്യങ്ങളിൽ
അതിൽ കുറേ കൂടിയും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് കനാന്യ സ്ത്രീ എന്നാണ്. കനാന്യ സ്ത്രീ വന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു ആദ്യമേ ഒന്നും മിണ്ടത്തില്ല, ഒരു സഹായത്തിന് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. നമ്മളൊരു ലീഡറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്തോ നമ്മുടെ പഞ്ചായത്തിലെ ആരുടെ അടുത്തെങ്കിലും ഒരു സഹായം ചോദിച്ച് ചെല്ലുമ്പോൾ നമ്മൾ അവഗണിച്ച് ഒരക്ഷരം നമ്മളോട് മിണ്ടാതെ കടന്നു പോകുന്ന ആ നേതാവിനെ കണ്ട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നും പുറത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പറയും, ഓ ഇവനെന്ന ഗമയാണ്, ഇവൻ ഒരു സഹായം ചോദിച്ചിട്ട് ഒന്നും ചെയ്യാത്ത ഒരാൾ, ഇനി എന്തിന് ഞാൻ അവൻ്റെ പുറകെ പോകണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീയുടെ വിശ്വാസം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിശ്വാസമാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ച് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ നമ്മളത് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്നും മിണ്ടാതെ യേശു പോയിട്ട് അവൾ വിട്ടുകൊടുത്തില്ല, അവൾ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു യേശുവിനോട്, ഗുരു, ആ സ്ത്രീ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഈ ഒരു സംഭവം ശിഷ്യന്മാർക്കും നല്ലൊരു പാഠമായിട്ട് കൊടുക്കുകയാണ് അവിടെ. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞപ്പോഴെന്താണ് യേശു പറഞ്ഞത്? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. അതും അവൾക്ക് വളരെയധികം അവളെ ഒരു നിന്ദിക്കുന്ന പോലെ, നിങ്ങൾക്കൊന്നും വേണ്ടിയല്ല ഞാൻ വന്നത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകൾക്ക് വേണ്ടിയിട്ടാണ്, അവരിലേക്കാണ് എന്നെ അയച്ചത് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. നിങ്ങളൊന്നും അതിലുള്ള ആരുമല്ല എന്നുള്ള രീതിയിൽ അവളെ ഭയങ്കരമായിട്ട് കൊച്ചാക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ മർക്കോസ് എന്താണ് പറയുന്നത്? മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ എപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശു പറയുന്നു മുമ്പേ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാൻ മക്കൾക്ക് കൊടുക്കട്ടെ. അപ്പോൾ മുമ്പേ എന്ന് പറയുമ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്നവരെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ കൊടുക്കാൻ. ആ ഒരു രീതിയാണ് ആ സ്ത്രീക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞത്. ആദ്യം മക്കൾക്ക്, പിന്നെ ബാക്കി പറഞ്ഞില്ലെങ്കിലും അത് അവർക്ക് ഊഹിക്കാവുന്നതാണ്. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് അവർക്ക് ഊഹിക്കാം. അതേപോലെ ഉടനെ അത് കഴിഞ്ഞിട്ട് മുമ്പേ മക്കൾക്ക് മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. ചെറുനായ്ക്കൾ എന്ന് ഇവിടെ പറയുന്നത് ഈ കുഞ്ഞ് നായ്കൾ എന്നുള്ള അർത്ഥമല്ല, നമ്മൾ ഈ തെരുവിലുള്ള നായ്കളല്ല, അത് വീട്ടിലൊക്കെ വളർത്തുന്ന നായ്കളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ നായ്കൾ ആ വീട്ടിലെ മക്കൾ തിന്നതിൻ്റെ ബാക്കിയും അവരുടെ മേശയിൽ നിന്ന് വീഴുന്നതൊക്കെ ആ നായ്ക്കൾ തിന്നാറുണ്ട്. അപ്പോൾ അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഒരു കണക്കിൽ ഈ സ്ത്രീയെ ഒരു നായയായിട്ട് യേശു കണക്കാക്കുകയാണ്. എന്നിട്ടും അവൾ വിട്ടുപോകുന്നില്ല. ഇത്രയും അവളെ അപമാനിച്ചിട്ടും അവളെന്താ പറയുന്നത്? കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ച് അവൻ്റെ കാൽക്കൽ വീണു, എന്നെ സഹായിക്കണമേ എന്ന്. ഇത്രയും അപമാനിച്ചിട്ടും വീണ്ടും ആ യേശുവിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്നിട്ട് പറയണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് യേശു പറഞ്ഞു. അപ്പോഴാണ് അവൾ വീണ്ടും അങ്ങോട്ട് യേശുക്രിസ്തു ഓരോന്ന് പറയുമ്പോഴും അവൾ തിരിച്ച് പറയാൻ അവൾ റെഡിയാണ്. അത് യേശുവിനോട് മത്സരിക്കുകയല്ല, അവളുടെ ആ പ്രയാസത്തിൽ അവൾക്കറിയാം യേശു അല്ലാതെ വേറെ ആരും എന്നെ രക്ഷിക്കാനില്ല എന്നുള്ള ബോധത്തിൽ നിന്നാണ് അവളത് സംസാരിക്കുന്നത്. ഞാൻ വിട്ടുപോകാൻ തയ്യാറല്ല. യാക്കോബ് പറഞ്ഞതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്ത്രീ. ഞാൻ വിട്ടുപോകത്തില്ല, എന്നെ എന്തൊക്കെ പറഞ്ഞാലും, എന്നെ നായെന്ന് വിളിച്ചാലും വേറെ എന്ത് വിളിച്ചാലും പ്രശ്നമില്ല, പക്ഷെ എൻ്റെ മകളെ രക്ഷിക്കാൻ ഈ ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന വിശ്വാസത്തിലൂടെയാണ് അവൾ വീണ്ടും അവൻ്റെ അടുത്ത് ചെല്ലുന്നത്, വീണ്ടും ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എത്ര ഭയങ്കര വിശ്വാസമാണ്. അതേ കർത്താവേ, എന്നെ നായെന്ന് വിളിച്ചു, ഞാൻ അംഗീകരിച്ചു, ഞാൻ നായ തന്നെ, പക്ഷെ നായ്ക്കൾക്ക് കൊടുക്കാനും ഉണ്ടല്ലോ യജമാൻ്റെ കയ്യിൽ എന്തെങ്കിലും, അത് തന്നാൽ മതി എന്നുള്ളതാണ്.
അപ്പോൾ ആ അപ്പം നുറുക്കുകൾ അത് മതി എൻ്റെ മകൾക്ക് സൗഖ്യമാകാൻ എന്നാണ് അവളുടെ വിശ്വാസം. ആ അപ്പം മുഴുവനൊന്നും എനിക്ക് വേണ്ട, യേശുവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അപ്പത്തിൻ്റെ ഒരു കഷ്ണം, അപ്പം നുറുക്ക്, അത് മതി എൻ്റെ മകൾക്ക് സൗഖ്യമാകാൻ എന്നുള്ള ആ സ്ത്രീയുടെ പ്രതികരണം അവളുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നു. ദൂരെ തൻ്റെ മകളെ സുഖപ്പെടുത്തുന്നതിൻ്റെ മഹത്തായ അത്ഭുതം എന്ന് വിളിക്കുന്ന ഒരു കഷണം യേശുവിൻ്റെ ശക്തി പ്രത്യേകിച്ചും മഹത്തായതാണെന്ന് സൂചിപ്പിക്കുന്നു. ഒരു നുറുക്കായിരുന്നു അങ്ങനെയുള്ള ഒരു അത്ഭുതമെങ്കിൽ ഒരു മുഴുവൻ അപ്പം എന്തായിരിക്കും? കൂടാതെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ അപേക്ഷ അംഗീകരിക്കുന്നത് യേശുവിന് ഒരു വിഷയമല്ല. യേശു മനസ്സലിഞ്ഞ് അവളുടെ അപേക്ഷ അനുവദിച്ചു. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവിനെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് യേശു ശരിക്കും ഈ സ്ത്രീയോട് ഇത്രയും സംസാരിച്ചത്. അല്ലാതെ യേശുവിന് അന്യജാതിക്കാരികളെ സൗഖ്യമാക്കത്തില്ലെന്നോ ഒന്നും യേശു ചിന്തിക്കുന്നില്ല. ഒരിക്കലും ആ മനസ്സിലത് വന്നിട്ടില്ല. അതല്ലേ നമ്മൾ ഗദരനരുടെ ദേശത്ത് പോയപ്പോഴൊക്കെ അന്യജാതിക്കാരനായവരെയാണ് സൗഖ്യമാക്കിയത്, ഭൂതത്തെ വിട്ടൊഴിഞ്ഞ് പോകാനൊക്കെ ഇടയാക്കിയതും. അതുകൊണ്ട് യേശുവിന് അങ്ങനെ ജാതി വ്യത്യാസമൊന്നും യേശുവിൻ്റെ മുൻപിലില്ലായിരുന്നു. പക്ഷെ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ, പക്ഷേ ഇസ്രായേൽ മക്കളോട് എപ്പോൾ സംസാരിക്കുമ്പോഴും, യഹൂദന്മാരോട് സംസാരിക്കുമ്പോഴെല്ലാം യേശു അവരുടെ വിശ്വാസക്കുറവിനെ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ല, വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ യേശു ദൈവപുത്രൻ എന്നവർ അംഗീകരിക്കുമായിരുന്നു. അത് ഇല്ലാതെയാണ്, അത് ശിഷ്യന്മാർക്കും മനസ്സിലാണ്. അതുകൊണ്ടാണ് യേശു ആ അവസാനം ഒരു കമൻറ്റ് പറയുന്നത്. മർക്കോസിൽ അത് രേഖപ്പെടുത്തിയില്ല, മത്തായിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ മകൾക്ക് സൗഖ്യം വന്നു. മർക്കോസിൻ്റെ എഴുതിയിരിക്കുന്ന, അവൻ അവളോട്, ഈ വാക്കു നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിൽ വന്നപ്പോൾ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ഓക്കെ, ഒരു അന്യജാതിക്കാരി എന്ന് ഇസ്രായേൽ മുദ്ര കുത്തിയിരുന്ന അവൾ ഇനിമേൽ അന്യയല്ല. ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിലാണ് യേശു അവളോട് ഇടപെട്ടത്. ദൈവത്തിൻ്റെ മകൾ എന്ന നിലയിൽ അവൻ്റെ ദാനങ്ങൾക്ക് അവൾ അവകാശിയായിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കാണിച്ചത്. അവളുടെ വിശ്വാസം എത്ര മാത്രം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു അത് ചെയ്തത്. പലപ്പോഴും മറ്റ് ജാതികളിൽ അല്ലെങ്കിൽ മറ്റ് വംശങ്ങളിൽ, മറ്റ് മതങ്ങളിലൊക്കെയുള്ള പഠനം എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുമായിട്ട് വൈരുദ്ധ്യം കാണാറുണ്ട്. കാരണം എന്താണ്? അവരുടെ നിയമങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയത് അവരുടെ ഈ ലോകത്തിലെ ഈ ജ്ഞാനം കൊണ്ടാണ്. പക്ഷെ യേശു എന്ന് പറയുന്ന ദൈവമാണ്, എല്ലാവരുടെയും പിതാവിൻ്റെ പുത്രനാണ്. അതാണ് തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവന് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ ആ പുത്രനെ വിശ്വസിക്കുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ മകനും മകളും ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ക്രിസ്ത്യാനിത്വത്തിലെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ ബുധനാഴ്ചത്തെ പാഠം നോക്കുമ്പോൾ നാവു കെട്ടപ്പെട്ടു എന്നുള്ള വാക്യമാണ്. അത് 7-ാം അധ്യായം മർക്കോസ് 7:31 തുടങ്ങി 31 തുടങ്ങി ഉള്ള വാക്യങ്ങൾ, 31 തുടങ്ങി 37 വരെ. അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു സോരിൽ ചെന്നപ്പോഴാണ് ഈ സ്ത്രീ വന്ന് അവനോട് സംസാരിക്കുന്നത്. അത് വിട്ടിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. അവിടെ അവർ ആ റൂട്ട് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പ്രൈവസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു അങ്ങനെ ഒരു റൂട്ട് എടുത്തത്. എപ്പോഴും ശിഷ്യന്മാരെയും പലതും പഠിപ്പിക്കാനുണ്ട് യേശുവിന്. അപ്പം അങ്ങനെ മറ്റുള്ളവരധികം അവരുമായിട്ട് ബന്ധപ്പെടാതിരിക്കാനും കൂടുതൽ പേര് വന്ന് യേശുവിന് ശല്യം ചെയ്യാതിരിക്കാനുമാണ് യേശു ആ വഴിയെ തിരഞ്ഞെടുത്തത്. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത്, മറ്റ് യഹൂദന്മാരുള്ള അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കളായ തന്നെ വെറുക്കുന്ന ചില യഹൂദന്മാരുണ്ട്. അവരിൽ നിന്നുള്ള അവരെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വഴി തിരഞ്ഞെടുത്ത് യേശു പോയത്. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു.
അവർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. അവർ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നു. ചെകിടൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെവിയും കേൾക്കത്തില്ല, വിക്കനുമായിരിക്കും, എന്ന് വെച്ചാൽ സംസാരിക്കാനും പറ്റത്തില്ല. കാരണം അത് രണ്ടും എപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരു കുട്ടിയെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇതെന്താണ്, ഇത് പപ്പ മമ്മി എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാൻ അവന് പറ്റത്തില്ല. കേട്ട് ഏത് വേർഡായാലും കേട്ടാലേ അവന് അതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഈ വിക്കനായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് സംസാരിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണ് അവർക്ക് സംസാരിക്കാനും പറ്റാത്ത വരുന്നത്. അപ്പോൾ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടു കഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇതാരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചുവെങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. ആ കൊണ്ടുവന്നവരെല്ലാവരും അതെല്ലായിടത്തും പബ്ലിഷ് ചെയ്തു. അപ്പം ഇവിടെ യേശു ചെയ്തത് എന്താണ്? അവൻ്റെ ചെവിയിൽ വിരലിട്ടിട്ട് പിന്നെ അവനെ തുപ്പി, എന്നിട്ട് അവൻ്റെ നാക്കിലും തൊട്ടു. ആ തുപ്പൽ കൊണ്ടാണ് നാക്കിൽ തൊട്ട് അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് ചില കമൻട്രിയിൽ പറയുന്നത്. അപ്പോൾ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്നിട്ട് യേശു നെടുവീർപ്പിട്ടു എന്നാണ് പറയുന്നത്. ആ നെടുവീർപ്പിട്ട എന്തായിരിക്കും? നെടുവീർപ്പിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം പോലെ യേശുവിൻ്റെ മനസ്സിൽ അതോ എന്തോ ഓർത്ത് യേശു ഇങ്ങനെ നെടുവീർപ്പിടുകയാണ്. ഇത് ചെയ്തപ്പോഴേക്കും അവൻ്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു. പക്ഷേ കെട്ടുകൾ അഴിയാത്ത അനേകരുണ്ട്. എന്താണ്? സത്യത്തിന് തുറക്കപ്പെടാത്ത കാതുകളെക്കുറിച്ചും വീണ്ടെടുപ്പുകാരനെ ഏറ്റുപറയാൻ കൂട്ടാക്കാത്ത നാവുകളെക്കുറിച്ചും ചിന്തിച്ചാണ് അവൻ നെടുവീർപ്പിട്ടത്. ഈ ശാരീരിക വൈകല്യങ്ങളൊക്കെ ഞാനൊന്ന് തൊട്ടാൽ അത് സൗഖ്യമാവും എന്നെനിക്കറിയാം. പക്ഷേ എന്തെല്ലാം കണ്ടിട്ടും വിശ്വസിക്കാത്ത ഹൃദയങ്ങളും കേട്ടിട്ടും മനസ്സിലാക്കാത്ത മനസ്സുകളും ചെവികളും ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് യേശുക്രിസ്തു നെടുവീർപ്പിട്ടതെന്ന് മിസ്സസ് വൈറ്റ് ഡിസയർ ഓഫ് യുവങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ആ മനുഷ്യൻ്റെ കേൾവി അത്ഭുതകരമാം വിധം യേശു വീണ്ടെടുക്കുകയും വ്യക്തമായി സംസാരിക്കാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്തു. അവൻ്റെ നെടുവീർപ്പ് മനുഷ്യരാശിയുടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ദൈവം തന്നിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്ന പരിധികളെ വ്യക്തമാക്കുന്നു. അവൻ ഇഷ്ടം നിർബന്ധിക്കുന്നില്ല. എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തെ നയിക്കുന്നതിന് ജീവൻ്റെ നായകനെയോ ഇരുട്ടിൻ്റെ പ്രഭുവിനെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വതന്ത്രനാണ്. അപ്പോൾ യേശു നെടുവീർപ്പിട്ടതിൻ്റെ കാരണം താൻ തന്നെ കൊടുത്ത ചില നിബന്ധനകൾ മൂലമാണ്. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്കറിയാം, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ദൈവം സാത്താനെ സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്തിനാണ് സാത്താനെ സൃഷ്ടിച്ചത്. പക്ഷെ ദൈവം സാത്താനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു വെല്ലുവിളി എന്തായിരുന്നു? ഞാനിവരെ എങ്ങനെ സൃഷ്ടിക്കണം? റോബോട്ടുകൾ പോലെ സൃഷ്ടിക്കണമോ, അതോ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർ, തിരഞ്ഞെടുക്കാനായിട്ട് കഴിവുള്ളവരെ സൃഷ്ടിക്കണമോ എന്നുള്ള. കാരണം ദൈവത്തിനറിയാം, തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം കൊടുത്താൽ അവിടെ പാപമുണ്ടാകും. സ്വാതന്ത്ര്യം, അവിടെ തെറ്റിൻ്റെ ഒരു അപകടം ഉണ്ട്. തെറ്റ് വരും എന്നുള്ള അപകടമുണ്ട്, പാപമുണ്ടാകുന്നുള്ള അപകടമുണ്ട്. പക്ഷെ നമ്മുടെ ദൈവം ആ അപകടം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും തിരഞ്ഞെടുക്കാൻ കഴിവുള്ള, തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ള വ്യക്തികളായിട്ട് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ദൂതന്മാരെയാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് 1/3 പേര് ദൈവത്തെ വിട്ട്, അത് അവരുടെ സ്വാതന്ത്ര്യമായിരുന്നു. ദൈവം അത് അനുവദിച്ചു. കാരണം അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾ തെറ്റ് ചെയ്തു പോയാലും എനിക്കിഷ്ടം നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിൽ എന്നെ സ്നേഹിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ ആണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ നെടുവീർപ്പ് മനുഷ്യരാശിയുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ദൈവം തന്നിൽ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന പരിധികളെ വ്യക്തമാക്കുന്നു. അപ്പോൾ
യേശുവിന് ഒരാൾ ചെന്ന് നിർബന്ധിച്ചേടാ നീ ഞാൻ പറഞ്ഞത് കേട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കാണ്ട. അത് ദൈവം വെച്ചിരിക്കുന്ന പരിധികളാണത്, ദൈവം കൊടുത്ത സ്വാതന്ത്ര്യമാണ്. അപ്പം അതിൽ യേശുവിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനും പരിധിയുണ്ട്. എന്താണ്? അവരുടെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു കയറി ചെന്ന് നീ ഞാൻ പറയണ പോലെ ചെയ്യണം എന്ന് പറയത്തില്ല ഒരിക്കലും. എപ്പോഴും അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ അതാണ് എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ നയിക്കുന്നതിന് ജീവൻ്റെ നായകനെയോ ഇരുട്ടിൻ്റെയോ പ്രഭുവിനെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വതന്ത്രരാണ്. കേൾക്കുവാൻ കഴിയാതിരുന്ന കാതുകളെ തുറക്കുവാൻ യേശുവിന് കഴിഞ്ഞു. എന്നാൽ തൻ്റെ മശിഹത്വത്തെ അംഗീകരിക്കാൻ അവിശ്വസിക്കുന്ന ഹൃദയങ്ങളെ നിർബന്ധിക്കുകയില്ല. അതാണ് യേശുവിൻ്റെ മുൻപിലുണ്ടായിരുന്ന പ്രയാസ. യേശുവിൻ്റെ മനസ്സിനെയും ഹനിക്കുന്നതും അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവൻ നെടുവീർപ്പിട്ടത്. ശാരീരിക വൈകല്യങ്ങളെയൊക്കെ എനിക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റും, പക്ഷെ മനഃപൂർവ്വം എന്നെ വിശ്വസിക്കത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നവരെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതവരുടെ തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമാണ്. മനസ്സൊരുക്കത്തോടെ അവനിലേക്ക് തിരിയുന്നവർക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെയും ഈ ചുരുങ്ങിയ കഥ ഉദാഹരിക്കുന്നു. അവർ മനസ്സൊരുക്കത്തോടുകൂടിയാണ് അവർ കൊണ്ടുവന്നത്. ഇവനെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവരെ സൗഖ്യമാക്കാനായിട്ട് യേശുവിന് സാധിച്ചു. അപ്പോൾ നമ്മളും കേൾക്കുവാനും സംസാരിക്കുവാനും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് ദൈവം തന്ന വരങ്ങൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും കേട്ടത് വിശ്വസിക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നമുക്ക് സംസാരശേഷിയും ദൈവം തന്നിരിക്കും. അതിനായിട്ട് നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തൊരു ഭാഗം, ചീത്ത അപ്പത്തോട് ജാഗ്രതയുള്ളവരാകുക എന്ന് അത് 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണാം വീണ്ടും യേശു ഒരു അത്ഭുതം നടത്തും. 1-ാമത്തെ വാക്യം തുടങ്ങി യേശു 4000 പേരെ പോഷിപ്പിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നു. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കും, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ലായതുകൊണ്ട് യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വിളിച്ചവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിക്കാനൊന്നും ഇല്ലായതുകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നും. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ്റെ ശിഷ്യന്മാർ, ഇവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്താൻ എങ്ങനെ കഴിയും എന്നുത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. ഇത് 6-ാമത്തെ അധ്യായത്തിലെ 5000 പേരെ അപ്പം കൊടുത്ത് പോഷിപ്പിച്ചപ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതാണ് യേശു ചോദിക്കുന്നത്. നിങ്ങളങ്ങനെ വ്യാകുലപ്പെടേണ്ട, അയ്യോ ഇവർക്ക് എങ്ങനെ കൊടുക്കും എന്നോർത്ത് നമ്മൾ നമുക്കെന്താണോ ഉള്ളത് അത് നമ്മളെല്ലാവരും കൊണ്ടുവന്നാൽ എല്ലാവർക്കും തൃപ്തിയാകുന്ന വിധത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. അതാണ് ഇവിടെയും കാണുന്നത്. കുറച്ച് ചെറിയ മീനും 7 അപ്പം ഉണ്ടായിരുന്നു, അതും യേശു എടുത്ത് വിളമ്പി സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ അടുത്ത് വിളമ്പാൻ കൊടുത്തു. അങ്ങനെ എല്ലാവരും തിന്ന് തൃപ്തരായിട്ട് 7 വട്ടി നിറച്ചെടുത്തു. അന്ന് 4000 പേര് അന്ന് ആഹാരം കഴിച്ചു. നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളത്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഒരു മുട്ടും നമുക്കുണ്ടാകാൻ ഇടയാക്കാത്ത നല്ല ഇടയനാണ്. ആ ഇടയൻ്റെ അടുത്താണ് നമ്മൾ വരുന്നത്. ഇനി ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത് 11-ാമത്തെ വാക്യം തന്നെ 8-ാം അധ്യായം 11 തുടങ്ങി. അനന്തരം പരീശന്മാർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ചു അവനുമായി തർക്കിച്ചു തുടങ്ങി. അപ്പോൾ ആകാശത്ത് നിന്ന് അടയാളം അന്വേഷിക്കുകയാണ്, എന്നിട്ട് തർക്കിക്കുകയാണ്. നീ വലിയ ആളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അടയാളം കാണിക്കാൻ നിനക്ക് പറ്റത്തില്ലേ എന്നൊക്കെ, നീ ദൈവപുത്രനാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് വലിയ അടയാളങ്ങൾ കാണിച്ചുകൂടാ എന്നൊക്കെ അവനെ പരീക്ഷിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്ത, അവൻ ആത്മാവിൽ ഞരങ്ങി എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ചെകിടൻ്റെ ചെവി തുറക്കാൻ നേരത്ത് അവൻ്റെ ചെവിയിൽ കൈയിട്ട് തുപ്പി അവൻ്റെ നാവിൽ തൊട്ട് എന്നിട്ട് നെടുവീർപ്പിട്ടു എന്ന് പറയുന്നു. അതേ സാധനം തന്നെ ഇവിടെയും ചെയ്തത്, ഞരങ്ങി എന്ന് പറഞ്ഞ്. എന്നിട്ട് എന്താണ് പറയുന്നത്, ഞരങ്ങി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സൈങ് ഡീപ്ലി ഇൻ ഹിസ് സ്പിരിറ്റ്. അവൻ്റെ ആത്മാവിൽ അവൻ വളരെയധികം പ്രയാസപ്പെട്ടു അല്ലെങ്കിൽ വിഷമിച്ചു.
എന്നിട്ട് നെടുവേർപ്പിട്ടുകൊണ്ട് പറയാണ്, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞ് അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. അപ്പം ആ അത്ഭുതം കാണിച്ച ആ ഭാഗത്ത് നിന്ന് അതിൻ്റെ അക്കരയ്ക്ക് യേശുക്രിസ്തു പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് അത്ഭുതം കാണിച്ചത്. അപ്പോൾ ഈ അടയാളമാണ് അവർ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആകാശത്തിൽ ഇഷ്ടംപോലെ അടയാളങ്ങൾ കണ്ടാൽ അവർക്ക് മനസ്സിലാവും. വലിയ മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശമാണ്, അവർ മഴ പെയ്യും എന്ന് അറിയാൻ പറ്റും. അതേപോലെ ഓരോ ലക്ഷണങ്ങളും വഴി എല്ലാവർക്കും മനസ്സിലാകും എങ്ങനെയാണ് ഇനി ഉണ്ടാകുന്ന കാലാവസ്ഥകളുടെ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഇനി എന്തടയാളമാണ് ഇവർ ചോദിക്കുന്നത്? ശരിക്കും യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ചോദിച്ചത്. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിന് ഒരു അടയാളവും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ യേശു ഒരു നല്ല ദൈവത്തിൻ്റെ പുത്രനെന്ന് അവകാശപ്പെടാൻ യോഗ്യതയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ ചിന്തിച്ചത്. എന്നിട്ട് പടക് കയറി അക്കരയ്ക്ക് കിടന്നപ്പോൾ ഈ ശിഷ്യന്മാർ അന്ന് ബാക്കി വന്നത് എടുക്കാൻ മറന്നുപോയിരുന്നു. ആ അപ്പം അവരെടുക്കാൻ മറന്നുപോയി. അവർ അപ്പം കൊണ്ടുവരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം അവർക്കിതൊന്നും മനസ്സിലായില്ല, ഇതെന്താണ് പരീശന്മാരുടെ പുളിച്ചമാവ്? ഇവർ വിചാരിച്ചു യേശു ക്രിസ്തു കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പമായിരിക്കും കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. ഞങ്ങളാണെങ്കിൽ ആകെ ഒരപ്പം ഉള്ളൂ, അതെങ്ങനത്തെ അപ്പമാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പുളിപ്പുള്ളതാണോ പുളിപ്പില്ലാത്തതാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ യേശുവിന് പുളിപ്പില്ലാത്തത് വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കോ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ അവർ ചിന്തിച്ചു. അപ്പോൾ അവർ പരസ്പരം പറയും, നമുക്ക് അപ്പം ഇല്ലായികയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞു, അപ്പമില്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ, ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ലേ? ചെകിടനെ സൗഖ്യമാക്കിയത് ഇവരെല്ലാം കണ്ടതാണ്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ ഇപ്പം കണ്ടു? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ട് എത്ര ബാക്കി വന്നു? അപ്പോൾ അവർ പറഞ്ഞു 12. അതേപോലെ 7 അപ്പം കൊണ്ട് 4000 പേർക്ക് കൊടുത്തിട്ട് എത്ര ബാക്കി വന്നു? എത്ര വട്ടി നിറച്ചെടുത്തു? അപ്പോൾ അവർ പറഞ്ഞു 7 വട്ടി. അപ്പം ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ണ് തുറക്കുന്നില്ല. ഞാൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പം എന്താണ് ഈ പരീശന്മാരുടെ പുളിച്ച മാവ് എന്ന് പറയുന്നത്? 2-3 സ്ഥലത്ത് വ്യത്യസ്തമായ ഇത് പറയുന്നുണ്ട്. മത്തായി 16:21 ഈ 16:12 ഈ പുളിച്ച മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അവരുടെ തെറ്റായ പഠിപ്പിക്കലിനെയാണ് പറയുന്നത്. പരീശന്മാരുടെ തെറ്റായ ഉപദേശങ്ങളെ കുറിച്ചാണ്. അവരുടെ തെറ്റായ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളുവിൻ, മത്തായി 16:21. പിന്നെ അത് ലൂക്കോസ് 12:1 വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് അവരുടെ കാപട്യത്തെക്കുറിച്ചാണ്. അവരുടെ പുളിച്ചമാവ് എന്ന് പറയുന്നത് അവരുടെ കാപട്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പരീശന്മാർ എല്ലാം അനുസരിക്കുന്നു എന്ന് ഭാവിക്കുകയും ഉള്ളിൽ ഒരു സ്നേഹവും കരുണയും ദയയും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു അവരുടെ. അതുകൊണ്ടാണ് അത് അവരുടെ കാപട്യം. ഇതിനൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഈവിൾ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ തെറ്റായ ഒരു സ്വാധീനം നിങ്ങളിൽ ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞത്. കാരണം പുളിച്ച മാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിലടങ്ങിയിരിക്കുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് അത് ഒരിച്ചിരി നമ്മൾ ചേർത്താൽ മതി, ഒത്തിരി മാവിനെ അങ്ങ് വലുതാക്കും. അത് കുറച്ചുള്ള മാവ് അതങ്ങ് വലുതാകും, ആ ഗ്യാസ് നിറഞ്ഞത് വലുതാകും. അതേപോലെയാണ് ഇവരുടെ പുളിച്ച മാവായ ഇവരുടെ തെറ്റായ ഉപദേശങ്ങൾ, ഇവരുടെ ഹൃദയ കാപട്യം. ഇതെല്ലാം ഒരു തെറ്റായ സ്വാധീനം നിങ്ങളിൽ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പരീശന്മാരുടെ സദൂക്യരുടെയും പുളിച്ച മാവിനെ അല്ലെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. പക്ഷേ മർക്കോസിൻ്റെയിൽ പറയുന്ന പരീശന്മാരുടെയും ഹെരോദ്യരുടെയും പുളിച്ചമാവിനെ ഹെരോദാവിൻ്റെ പുളിച്ചമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഹെരോദാവിൻ്റെ പുളിച്ചമാവ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ സദൂക്യരുമായിട്ടുള്ള ഹെരോദിന് ഉള്ളൊരു ബന്ധം. കാരണം
സദൂക്യരെ ഇവിടെ മെൻഷൻ ചെയ്യാതെ ഹെരോദാവുമായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തമ്മിലൊരു സാമ്യമുണ്ട്. സാമ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സദൂക്യർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല, ആത്മാവിൻ്റെ അമർത്യതയിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ ഇപ്പോൾ ഉള്ള ജീവിതം ഇതേ ഉള്ളൂ, ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ ഈ വേൾഡ്ലി തിങ്സിനായിരിക്കും കൂടുതൽ കാര്യം കൊടുക്കുന്നത്, ലൗകിക കാര്യങ്ങൾക്ക്. അത് തന്നെയായിരുന്നു ഹെരോദാവിലും കണ്ടത്. ഈ വേൾഡിൽ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയായിരുന്നു അവരുടെ ഉപദേശങ്ങളും പഠിപ്പിക്കലും എല്ലാം സ്വാധീനവും. അപ്പം അത് നിങ്ങളിൽ ഉണ്ടാകരുത്. നമ്മുടെ ചിന്ത എപ്പോഴും ദൈവം ഒരുക്കുന്ന ആ രാജ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇവിടത്തേക്ക്, ഈ ലോകത്തിൽ നമ്മൾ കെട്ടപ്പെട്ട് കിടക്കരുത്. അതാണ് ദൈവം ആഗ്രഹിക്കുക. അതാണ് ഹെരോദാവിൻ്റെ പുളിച്ചമാവ് എന്ന് പറയുന്നത്. ലൗകികത, അതിൽ നിങ്ങളായി പോകരുത്. കാപട്യം നിങ്ങളിലുണ്ടാകരുത്. പുറമേ കൽപ്പനകൾ അനുസരിക്കുന്നു പറയും, ഉള്ളിൽ കാപട്യം നിറഞ്ഞതും ആകരുത്. അതുപോലെ പരീക്ഷന്മാരുടെ തെറ്റായ ഉപദേശങ്ങളൊന്നും ഉണ്ടാകരുത്. അതിനെതിരെ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ ഉപമ. അപ്പം ഇത് കേട്ടിട്ട് ഇത്രയും അത്ഭുതം നിങ്ങൾ കണ്ടിട്ടും മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ, എനിക്ക് ഇത് നിസാരമാണ്. ഒരു 5 അപ്പം ഉണ്ടെങ്കിൽ 5000 പേരെയും അതിൽ കൂടുതലും പോഷിപ്പിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള അത് ഒരു ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് യേശുക്രിസ്തു ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ ഇതിനെല്ലാം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിന്, അവൻ്റെ സ്നേഹത്തിന് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും തുറന്നു വയ്ക്കുന്നതിന് നമുക്ക് എങ്ങനെ പഠിക്കാം. അപ്പം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവരായി തീരുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവി മാത്രമല്ല. കേൾവി വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. വിശ്വാസം കേൾവിയായാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പക്ഷെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് അയാളുടെ എല്ലാ തത്വങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് നമ്മൾ ജീവിക്കുവാനും നമ്മൾ തീരുമാനം എടുക്കുമ്പോഴാണ് വിശ്വാസമെന്ന്. അതായിരുന്നു പരീക്ഷന്മാർക്കൊന്നും ഇല്ലാതിരുന്നത്. യേശുവിൻ്റെ പഠിപ്പിക്കലോ ഉപദേശങ്ങളൊന്നും അവർ അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പം നമ്മൾ ഈ പാഠത്തിൽ നിന്ന്, ഈ ആഴ്ചയിലെ പാഠത്തിൽ നിന്നും പഠിച്ചത്, നമ്മൾ പരിപൂർണ വിശ്വാസമുള്ളവരായിത്തീരുക. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഏത് ചെവികളെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ടിട്ട് കാണാതെ ഇരിക്കുന്ന ചെവിയും കാതുകളും കണ്ണും കാതുകളും ഉള്ളവരല്ലാതെ ദൈവം പറഞ്ഞെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഹൃദയമുള്ളവരായിട്ട് മാറുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തിലിരുന്ന് പഠിച്ചപ്പോഴെല്ലാം അങ്ങയുടെ സാന്നിധ്യവും കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പറവകളാവുന്ന പിശാചെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ, അത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്തുവാനും ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുവാനും ഇടയാക്കി തീർക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.